ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ മുത്തുമണികളെ, ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ബ്രെഡും ചിക്കനൊക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ടേസ്റ്റുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ വേണം, കുറച്ച് ബ്രെഡൊക്കെ വേണം. അപ്പോൾ ചിക്കൻ നമുക്കൊന്ന് പുഴുങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സറി ജാറിലിട്ടിട്ട് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഒന്നങ്ങ് വേവിച്ചിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ കയ്യിലില്ലാത്തവർ നെയ്യ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ബട്ടറും നെയ്യും ഇല്ലാത്തവർ സൺഫ്ലവർ ഓയിലും എടുക്കുക കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ബട്ടർ കയ്യിലുള്ളവർ ബട്ടർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബട്ടറിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ബട്ടർ ഒന്നങ്ങ് മെൽറ്റായി വരുമ്പോൾ നമ്മൾ മിക്സർ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ആ ബട്ടറിൽ കിടന്നിട്ട് ഈ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരണം. ആ ചിക്കനിൽ വെള്ളമയൊക്കെ ഒന്ന് മാറിയിട്ട് ചിക്കൻ ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടും എടുക്കുക കേട്ടോ. അതുപോലെ പൊടിച്ചെടുക്കുക. ഞാൻ കുറച്ചുകൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ വേവിച്ചെടുത്തിട്ടുള്ളത്. ചിക്കൻ ഒന്നങ്ങ് വഴന്ന് ഒന്ന് ഡ്രൈ ആയാലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂണോളമൊക്കെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനായിട്ട് ചേർക്കുന്ന ഈ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ട് ചെയ്യാം കേട്ടോ. കുറച്ചൊരു സ്പൈസി ആയിട്ട് ചെയ്യുമ്പോഴായിരിക്കും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി നമ്മളിതിലേക്ക് വേറെ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ആദ്യം ഞാൻ കുറച്ച് സവാളയും അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള കുനുകുന കട്ട് ചെയ്തതും ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി കുനുകുന കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജ്, ക്യാരറ്റ് ഇതൊക്കെ കുനുകുന കട്ട് ചെയ്ത് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരിട്ട് വഴറ്റിയിട്ട് അതങ്ങനെ വേവിച്ചെടുക്കരുത് കേട്ടോ. സവാളയും ക്യാപ്സിക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. ആ സമയത്ത് ഞാൻ അതിലേക്ക് ഒരു തക്കാളി, ചെറിയ തക്കാളിയാണ്, കുരുവും വെള്ളമൊക്കെ മാറ്റിയിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് വീണ്ടും ഒന്നങ്ങ് മിക്സാക്കി എടുത്താൽ മതി. ചിക്കൻ ഞാൻ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഇതിലേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾ നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. തക്കാളി മല്ലിയിലയും ചേർത്ത് കൊടുത്താൽ പിന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെക്കുക. ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ട് ഓരോ ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇതുപോലെ വെച്ച് കൊടുക്കുക. തീരെ കുറഞ്ഞു പോകരുത് മസാല വെക്കുമ്പോൾ, എന്നാൽ ഒരുപാട് അങ്ങ് കൂടി പോവുകയും ചെയ്യരുത്. അത്യാവശ്യം ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ തന്നെയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇതുപോലെ മസാല വെച്ച് കൊടുത്ത ശേഷം ഞാൻ ഇതുപോലെ ഒരു സ്ലൈസർ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്ലൈസർ ചീസ് ഉണ്ടെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ മൊസറല്ല ചീസാണോ കയ്യിലുള്ളതെങ്കിൽ അത് വെച്ച് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണോ ഉള്ളത് ആ ചീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് വേറൊരു ബ്രെഡ് ഇതുപോലെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മയോണൈസ് ഉണ്ടെങ്കിൽ മയോണൈസ് ചേർക്കാം. പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും അല്ലെങ്കിൽ ടൊമാറ്റോ സോസും ഗ്രീൻ ചില്ലി സോസും കൂടെ മിക്സ് ആക്കിയിട്ട് കുറച്ച് ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും കൂടി മിക്സ് ആക്കുക. എന്നിട്ട് ഇതുപോലെ ബ്രെഡിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുള്ള ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യുക. സോസുകൾ എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഗ്രീൻ ചില്ലി സോസും ടൊമാറ്റോ സോസും അതുപോലെ ഒറിഗാനോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. മയോണൈസ് വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് ചെയ്യുക. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള ഫില്ലിങ്സ് കഴിയുന്നത് വരെ ഓരോ ബ്രെഡിലും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ. പിന്നെ നമ്മുടെ ചാനലിൽ നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്നാക്സിൻ്റെ, റൈസ് റെസിപ്പീസ്, പുഡിങ്സ്, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതുകൂടി ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫില്ലിങ്സ് കഴിയുന്നത് വരെ ഞാൻ ഓരോ ബ്രെഡിലും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതുപോലെ ഞാൻ കുറച്ച് ബട്ടർ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്ത് കൊടുക്കുക. ബട്ടർ കയ്യിലില്ലാത്തവർ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ ബട്ടറിൽ ചെയ്തെടുക്കുന്നതിൻ്റെ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ രണ്ടും കയ്യിലില്ലാത്തവർ സൺഫ്ലവർ ഓയിൽ ആക്കി കൊടുത്താലും മതി.
ബട്ടർ ഒന്ന് മെൽറ്റായി വന്ന സമയത്ത് ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ള പാൻ എത്രത്തോളം വലിപ്പമുണ്ടോ നോക്കിയിട്ട് അതിൽ എത്രത്തോളം വെക്കാൻ പറ്റും നോക്കിയിട്ട് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഞാൻ എടുത്തിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ളൊരു പാൻ ആയതുകൊണ്ട് തന്നെ 4 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒറ്റ ട്രിപ്പിൽ 4 എണ്ണം തന്നെ ആയി കിട്ടും. ഇനി ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കുക. എന്നിട്ട് ഫ്ലെയിം തട്ടുന്ന ഭാഗത്ത് ഈ ബ്രെഡിൻ്റെ എല്ലാ വശത്തേക്കും തട്ടുന്ന വിധത്തിൽ നമ്മുടെ പാനിനെ ഇങ്ങനെ നീക്കി വെച്ച് കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ആയതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, നമുക്കിത് മൊരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് പാൻ ഇതുപോലെ നീക്കി വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും തട്ടുന്ന രീതിയിൽ വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഒരു സ്പാച്ചിൽ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ചട്ടുകോ സ്പാച്ചിൽ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെഡ് നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചീസൊക്കെ വെച്ച് കൊടുത്തതുകൊണ്ട് തന്നെ ഈ ബ്രെഡുകൾ തമ്മിൽ നല്ലപോലെ ഒട്ടിയിരിക്കാനും ഇങ്ങനെ അമർത്തി കൊടുക്കുന്ന സമയത്ത് സഹായിക്കും. ഇനി ഒരു സൈഡ് ആയി വന്നു എന്ന് തോന്നുന്ന സമയത്ത് കുറേശ്ശെ ബട്ടർ ഇതുപോലെ ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുക. തിരിച്ചിട്ട് മൊരിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് എല്ലാ വശത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ 4 ബ്രെഡിൻ്റെയും മുകളിൽ ഇതുപോലെ തേച്ചിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ബ്രെഡൊന്നും ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല, പക്ഷേ നല്ല രീതിയിൽ തന്നെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മൊരിയിച്ചെടുക്കുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക കേട്ടോ. ഈ സ്നാക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്ത ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ പാൻ ഇങ്ങനെ നീക്കി വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുകയും കൂടി വേണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ചീസ് വെച്ചിട്ടുണ്ട്. ചീസൊക്കെ മെൽറ്റായിട്ട് 2 ബ്രെഡും ആ ഫില്ലിങ്സൊക്കെ ഒട്ടിയിരിക്കും. മറ്റേ സൈഡും ആവുന്ന വരെ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്, ഒരുപാട് മസാലകളൊന്നുമില്ല. പക്ഷേ സിമ്പിളായിട്ടുള്ള മസാലയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണ്. ഒരു ഗസ്റ്റ് വരുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ മേടിക്കുന്ന സമയത്ത് കുറച്ച് എല്ലില്ലാത്ത പീസ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കിഡ്ലൻ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്നാക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.